ഭദ്രദീപം ഇവിടെ ഇപ്പോൾ നമ്മുടെ വള്ളസദ്യക്ക് ഭക്ഷണം നൽകുന്നതിന് മുമ്പായിട്ട് എല്ലാ സദ്യയും ഇവിടെ നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ സദ്യവട്ടങ്ങളെല്ലാം ഭഗവാന് നേദിക്കാൻ ആദ്യം അതിനുള്ള വിളക്ക് കത്തിക്കാൻ പോവുകയാണ്. വഴിപാട് നടത്തുന്ന ആൾക്കാർ തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഇവിടെ പിന്നീട് വഞ്ചിപ്പാട്ട് വായ്ത്താരകൾ ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും ഭഗവാന് നേദിക്കുന്ന ആ സമയത്ത്. ഭഗവാന് ഭഗവാൻ ഇപ്പൊ ചോറ് വിളമ്പാൻ പോവാണ്. 3 തവി ചോറല്ലേ? 3 തവി ചോറാണ് ആദ്യം ഭഗവാന് വേണ്ടി നേദിക്കാൻ വിളമ്പുന്നത്. പാട്ട് പാടിക്കൊണ്ടേ വിളമ്പുള്ളൂ. ഭഗവാന് വിളമ്പിടണേ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഭഗവാന് നേദിക്കുന്നത്. ഭഗവാനിന് പായസം കഴിക്കാൻ വേണ്ടി വെക്കുകയാണ്. നിറച്ച് ഭഗവാനെല്ലാം നമ്മൾ നിറച്ച് വേണം വിളമ്പാൻ നേദിക്കാൻ വേണ്ടിയിട്ട്. ഭഗവാന്റെ തീർത്ഥമാണ് അവർ ആദ്യം ചോദിച്ച് വാങ്ങിക്കുകയാണ് എല്ലാം ആവശ്യത്തിന്. ഭഗവാന്റെ കളഭവും തീർത്ഥമാണ് പള്ളിയോടത്തിൽ വന്ന പോലെ ചോദിച്ച് ആദ്യം വാങ്ങിക്കുന്നത്. ഇപ്പൊ ഭഗവാൻ ചോദിക്കുകയാണ് ദക്ഷിണയും താമ്പൂലത്തിൽ താളത്തിൽ വെച്ച ദക്ഷിണയും പുടവയും ചോദിക്കുകയാണ്. എല്ലാം പാട്ടിലൂടെ തന്നെ വായ്ത്താരിയിലൂടെ തന്നെ എല്ലാം ഭഗവാന് ചോദിച്ചു വാങ്ങിക്കുകയാണ്. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. അടുത്ത ഭഗവാന് ഊണി ചോദിക്കാൻ പോവാ, ചോറ് ചോദിക്കാൻ പോവാ. വിഭവം പലതും വിളമ്പി അൻപോട് കൂട്ടിയുണ്ട നല്ലൊരു ദുഃഖമുള്ള ഒരു ചോറ് തരേണ്. സാധാരണ സദ്യകളിൽ നമ്മൾ നെയ്യല്ലേ കൊടുക്കാറുള്ളത്. ശരിക്കും നെയ്യ് വേണ്ട. ഇത് നമുക്ക് നേർച്ച ശരിക്കും എന്താ പറയാ, വെണ്ണ തന്നെ മതി ചോറിന്റെ ഒപ്പം പരിപ്പിന്റെ ഒപ്പം കൂടാൻ വേണ്ടിട്ട്. നെയ്യ് വേണ്ട, നല്ല നെയ്യ് തന്നെ മതി നമ്മുടെ പരിപ്പിന്റെ ഒപ്പം ചോറിന്റെ ഒപ്പം കൂട്ടാൻ വേണ്ടിട്ടെന്നാണ് ചോദിച്ചു വാങ്ങിക്കുന്നത്. വിരിഞ്ഞൊരഞ്ചും 15 അഞ്ചും കഴിഞ്ഞ നാളിൽ കയറി പറിച്ച് അരിഞ്ഞുകൊണ്ട് ഉപ്പു രസത്തിലിട്ട ചിരട്ട മാങ്ങായി
എതിരൊന്നുമില്ല. അമ്പഴങ്ങ ഇതോരോന്ന് നമ്മൾ ചോദിച്ച് വാങ്ങിക്കുക ശരിക്കും. വേറെ ആൾക്കാർക്കൊന്നും കിട്ടത്തില്ല. ഇത് പാടി ചോദിച്ച് വാങ്ങിക്കുന്നവർക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ. മാങ്ങാപുളിയിഞ്ചി വെയിൽ വെച്ച് നാരങ്ങയോട് പുനരെതിരൊന്നുമില്ല. നെല്ലിക്ക നല്ല കറി വെച്ച് തരുന്നതാകിൽ തേൻമൊഴിയാൾക്കൊരു അൻപൈതലുണ്ട്. ഓരോന്നിങ്ങനെ ചോദിച്ച് വാങ്ങിച്ചോണ്ടേ ഇരിക്കുകയാണ് നമ്മള്. ജ്ഞാനദേശത്തുളവായ മാങ്ങ എങ്ങാനും ഉണ്ടെങ്കിൽ അതുകൊണ്ടുവന്ന് എമ്മേ ചമച്ചു കറിയാക്കി വിളമ്പിയെന്ന ആ തേൻമൊഴിയാൾക്കൊരു അൻപൈതലുണ്ട്. മാങ്ങ പൂവൻ പഴം കുലയോടിങ്ങിഹ കൊണ്ടുവന്ന് ഛേദം വരാതെ തൊലി നിങ്ങൾ കളഞ്ഞു തന്ന കേടാതെ മമ കുഷ്യത് നിറച്ചുകൊള്ള പടാതിരിക്കുമോ അതിന്റെ രസമതോർത്താൽ പൊളിച്ചു വായിത്തരണം. ആ ചേനപ്പാടി രാമച്ചാരുടെ കോളപ്പൈൻ വാളത്തൈരേ കണ്ടില്ല നമ്മൾ നല്ല വിഭവസമൃദ്ധമായ സദ്യ ഓണത്തിന് നല്ല പുണ്യമായ എന്താ പറയാ ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ആറന്മുള കൃഷ്ണന്റെ പാർത്ഥസാരഥിയുടെ മുമ്പിലാണ് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്, സദ്യ കഴിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പൊ വീശി തരാൻ പറഞ്ഞിട്ട് വീശി കൊടുക്കുകയാണ്. ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടേയിരിക്കും. എന്തായാലും നല്ല സദ്യ നല്ല രീതിയിൽ തന്നെ മനസ്സ് നിറഞ്ഞു തന്നെ കഴിച്ചു. ഓമൽ കൈവളകിലിങ്ങുമാർ ഒന്ന് വീശി തന്നാൽ സദ്യ ഗംഗേമെന്ന് 4 പേരോട് ചൊല്ലിയേക്കാവേ. ഓണത്തിന് ഇത്രയും നല്ലൊരു സദ്യ വേറെ എങ്കിലും കിട്ടില്ലാതെ മനസ്സ് നിറയെ കഴിച്ചിരിക്കുക. ഇപ്പോൾ കഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും ഇതാണ് നമ്മുടെ ഓണ സ്പെഷ്യൽ സദ്യ. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിന് തൊട്ട് മുമ്പിൽ ഇരുന്നാണ് ഞാൻ സദ്യ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്പെഷ്യൽ ഓണ സദ്യ.